സാറേ ട്രെയിനിങ് തുടങ്ങാം. ഈ കട്ടൊന്നും അങ്ങോട്ട് പിടിച്ചേൻ, ഐശ്വര്യമായിട്ട് അവിടെ വെച്ചേൻ. ആ ഹരിനാരായണ പ്രാന്താശുപത്രി ചാടിക്കണം. ചാടിക്കണോ? എന്നിട്ട് എന്തിനാ? ഹരിനാരായണൻ വേറൊരു ഡോക്ടർ നിരീക്ഷണത്തിൽ 3-4 ദിവസം കഴിയും. അവൻ ഒരു കുഴപ്പമില്ലെന്ന് ആ ഡോക്ടർ എഴുതി തരികയും ചെയ്യും. പിന്നെ നീ നോക്കിക്കോടാ, ഈ കേസ് കോടതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. പൊന്നപ്പ, ഏതെങ്കിലും ചായക്കട കാണുമ്പോ നിർത്തണേ. ഒരു ഡബിൾ സ്ട്രോങ് ചായ കുടിക്കണം. അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിക്കണേ, ചേട്ടനല്ലേ. ചേട്ടന് ഇഷ്ടമുള്ളവർക്ക് വണ്ടി നിർത്തിക്കോ. ഓക്കേ. എവിടാ പൊന്നപ്പ ചായക്കട? ചായക്കട ഞാനൊന്നും മുള്ളാൻ നിർത്തിയല്ലേ. എന്റെ ഇഷ്ടമില്ല. എന്റെ ഈശ്വര, ഈ പണ്ടാറ് എപ്പോ ഇതിനകത്ത് കയറി? ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല? ഇല്ല. ഹലോ, എന്റെ പൊന്ന് സാറേ, എന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് എന്നെ കൂടെ രക്ഷപ്പെടുത്ത്. ആണല്ലേ? കേസ് കൊടുത്ത് രക്ഷപ്പെടുത്തണം. അതെ. ആ, ഇപ്പൊ മുള്ളാൻ വേണ്ടിട്ടില്ല വണ്ടി നിർത്തിയത്. അതെ. അപ്പൊ ആദ്യം മുള്ളിൽ ഇറങ്ങട്ടെ. ഇവിടെ മുള്ളല്ലേ? ഓ, ഇരുന്ന്. അതെ, നല്ല സ്ഥലം. അതെ, മുള്ളാൻ പറ്റിയ സ്ഥലം. ഞാൻ കേറി വണ്ടി മുള്ളടാ, മുള്ളിച്ചാവ്. അതെ. അയ്യോ എടോ, ഇതെന്താ ജീവൻ വെച്ചോണ്ടുള്ള കളിയാ? ഒരു ഭ്രാന്തനെ പൂട്ടിയിടാൻ പോലും പറ്റാത്ത തന്നെ ഏത് മോശ കൊച്ചടനാണോ ഡോക്ടറാക്കി വെച്ചിരിക്കുന്നത്? മനുഷ്യൻ എങ്ങനാ വെള്ളം പഠിക്കാതിരിക്കുന്നേ? എടോ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാൻ തന്നോട് പറഞ്ഞതല്ലേ അവനിപ്പോ നോർമലാണ്, കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ. ഇത് തന്നെ 5 കൊല്ലം ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ? തന്റെ വാക്കും കേട്ട് ഞാൻ അവനെ കൊണ്ട് പോയതുമല്ലേ? എന്നിട്ട് കണ്ടോ? എന്ത്? ഇതല്ലടോ കൊഞ്ഞാടാ. ദേ കണ്ടോ? ദേ, ഞാൻ കവർന്ന് കിടന്നുറങ്ങുമ്പോ നട്ടപ്പാതിരാക്കി അവരെന്നെ വടിവാൾ കൊണ്ട് പറ്റിയതാ. ആ കിടപ്പ് 6 മാസം ആശുപത്രിയില് അതുപോലെ കവർന്ന് കിടക്കേണ്ടി വന്നു. ഇനി വേറൊരു സ്ഥലത്ത് ഒരു വെട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ കൊള്ളുകയില്ലാത്ത സ്ഥലത്താ. അതുകൂടെ കാണിക്കട്ടെ? വേണ്ട, അത് ഞാൻ കുറെ പ്രാവശ്യം കണ്ടതാ. ഇനി കാണാലോ, എത്ര കണ്ടാലും ബോറടിക്കില്ല. അത്ര ബെസ്റ്റ് സ്ഥലത്തല്ലേ വെട്ടിയിരിക്കുന്നത്. എടോ, ഒന്ന് അടങ്ങടോ രവീന്ദ്ര. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരാൻ ആളെ വിട്ടിട്ടുണ്ട്. തന്റെ ആളുകളല്ലേ വിട്ടിരിക്കുന്നത്? അതെ. എങ്കിലും ഉറപ്പാ, ഒരിക്കലും കണ്ടുപിടിക്കില്ല. ഓഹോ, അവിടെ ഇരിക്കാ. ഇനിയെങ്കിലും കരച്ചിലൊന്നും നിർത്തന്റെ ഹരിനാരായണ. അങ്ങോട്ട് അങ്ങോട്ട്. കരച്ചില് നിർത്തുന്നില്ല. ഒരു ശക്കല കുഴപ്പമുണ്ട്. ഈശ്വരന്മാര് പോലും ചെയ്യാൻ മടിക്കുന്ന ഉപകാരല്ലേ ജയേട്ടന് രാധിയും അയാൾക്ക് വേണ്ടി ചെയ്തത്. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. പൊന്നപ്പ, ചേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. താൻ എന്താ ഈ പറയുന്നേ? എന്ത് പറ്റി? തനിക്കും ഭ്രാന്ത് പിടിച്ചല്ല, അവന് ഭ്രാന്ത് തുടങ്ങി. അവൻ ആ കോടതി മുറ്റത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുക. അവന് സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടാ കോടതി അവന് വെറുതെ വിട്ടില്ല. ഏയ്, സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പിന്നെ 5 വർഷത്തിന് മുമ്പ് ഈ വെട്ടുന്നതിന് മുമ്പ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചല്ലോ, കരച്ചിൽ കരഞ്ഞു, ഈ എന്നും പറഞ്ഞു. അതേ കരച്ചിൽ അതേ ശ്രുതിയിൽ ആ വക്കീലിനെ കെട്ടിപ്പിടിച്ചവൻ ആ കോടതി മുറ്റത്തിരുന്ന് കരയ്യ, ഈ എന്ന് പറഞ്ഞു. ഓടാ ഓടാ വക്കീലെ. തനിക്ക് ഓർമ്മയുണ്ടോ? 5 വർഷത്തിന് മുമ്പ് ഞാൻ ഇനി അത് പൊക്കല്ലേ? ഞാൻ ഇനി പൊക്കി കാണിക്കും. ദേ, ഇതേ വെട്ട് അവനിന്ന് ആ വക്കീല് കവിൾന്നോ മലന്നോ കിടക്കുമ്പോൾ വെട്ടും. ഒരൊറ്റ വെട്ട് 2 മുറി. 2 മുറിയല്ല, ഒറ്റ മുറി. ഇന്ന് മുതൽ എന്റെയും നിന്റെയും മുറി ഇതാ. നമ്മുടെ സ്നേഹബന്ധം ഒരിക്കലും മുറിയാനും പാടില്ല. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് ഇനി നീ സങ്കടപ്പെടരുത്. ഈ വീട്ടിലുള്ള എന്റെ ബന്ധുക്കളൊക്കെ ഇന്ന് മുതൽ നിന്റെയും ബന്ധുക്കളാ. വിട്ടുപോകില്ല ചേഷ്ട, നിന്നെ വിട്ടിയാൽ ഒരിക്കലും പോവില്ല.
സത്യം. ശ്വാസം മുട്ടിയ ചത്തു. വിട്. ഇനിയെങ്കിലും നീ കരച്ചിലൊന്ന് നിർത്തണ്ട ഹരിനാരായണ. ഞാൻ പണ്ടുപോലെ ഇങ്ങനെ സന്തോഷം വന്നു കഴിഞ്ഞാ കരയും, സങ്കടം വന്നു കഴിഞ്ഞാ ചിരിക്കും. വെറുതെ അല്ല ഒരു 10-12 വർഷം അതിനകത്ത് വെച്ച് പൂട്ടിയത്. ഹരിനാരായണ, ഇനി മുതൽ നീ സങ്കടം വന്ന കരയും, സന്തോഷം വന്ന ചിരിക്ക്. സന്തോഷം. ഓ താങ്ക് ഗോഡ്. ജയകൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അവളെ ഞാൻ കെട്ടിക്കോട്ടെ? ആരെ? രാധികയെ. എങ്ങനെ എങ്ങനെ എങ്ങനെ? നീ സ്നേഹിക്കുന്നതിനൊക്കെ കൂടുതൽ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് തന്നേക്കടാ. ദേ, ഈ അഭ്യാസം കയ്യിലിരിക്കട്ടെ മോനെ. കല്യാണത്തലേന്നേ ചെക്കന്മാരായിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്ന പരിപാടിയെ കുറെ ഞാനും ചെയ്തിട്ടുള്ളതാ. ആ വേല എന്റെ അടുത്തോടൂല. കിടന്നുറങ്ങാൻ നോക്കടാ. എന്നാ ശരി. ഓ കിടക്കടാ. മനുഷ്യനോട് അതെ. ശുഭരാത്രി. കുട്ടി ഏതാ? ഭാസ്കരൻ കുട്ടി. ആരാ മരിച്ചത്? മരിക്കേ? ആ, പുറത്ത് ജയകൃഷ്ണൻ വെറ്റ്സ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ജയകൃഷ്ണൻ എപ്പോഴാ മരിച്ചത്? എടോ, ഇന്ന് ജയകൃഷ്ണ സാറിന്റെ കല്യാണമാ. ഓ സോറി 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 സോറി. അല്ല, എപ്പോഴാ ശവം എടുക്കണത്? പൊന്നപ്പാ, എടാ പൊന്നപ്പാ. എന്താ സാറേ? ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക. ഇതിവിടെ എത്തിയോ? നിനക്കിവിടെ ചത്തതാരാണെന്ന് അറിയണമല്ല? അറിയണം. എന്നാ കേട്ടോ, ചത്തത് നീയാ. Just 5 minutes. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അപ്പനിക്ക് നീ ചത്തില്ലേ? തർക്കം വേണ്ട. ശവശരീരായ നമഃ. എടുത്തോളൂ. എന്തിനാ എടുക്കുന്നേ? നിനക്ക് നടന്നു വെക്കൂടാ. ചത്തവരാരെങ്കിലും നടന്നു പോവോടാ തെണ്ടി. അല്പം പഞ്ഞുകൊണ്ട് എന്നെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ചീഞ്ഞേനേക്കാൾ നാട്ടി എപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞി എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ പ്രാന്ത. ഇനി വെച്ച് അധികം ചീക്കണ്ട, പിടിച്ചോ. നേരെ കുഴിയിലോട്ട് വെക്കാം. മലക്കും ഭാഗത്ത് ഈ 3 ചന്നത്തിൽ കത്തിക്കണേ. ദൈവമേ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഒരു സുന്ദരിയാടി. സുന്ദരിയല്ല, സുന്ദരനാ. അതെ, സുന്ദരൻ. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന കുട്ടിക്ക് സുന്ദരൻ എന്ന് പേരിടാം. ഹരിനാരായണ പോയി. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഞാൻ പിടിക്കാം. അവനെ ആ മുറിയിൽ നിന്ന് മാറ്റിയോ? അല്ല, അയാൾ അങ്ങനെ അതിനകത്ത് വന്നു. രാധികയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് മണിയറ കയറി ഇരിക്കുകയായിരുന്നടാ. എന്റെ ഈശ്വരൻ, ഇനി എന്താ ചെയ്യാ? ആ സാധനം അവിടെ ഞാൻ ചുമന്നു കൊണ്ടുവന്ന വരാന്തേ കിടത്തിയുണ്ട്. ഇനി ഒരുപാട് ചുമക്കേണ്ടി വരും. വാ, എടുത്തോ, നിന്റെ മുറി കിടത്താം. അവിടെ തന്നെ കിടത്തണോ? എന്തൊരു ഭാരം! ഒരു കാട്ടുപോത്തിന്റെ വെയിറ്റ് ഉണ്ട് ഈ പണ്ടാറത്തിന്. പൊന്നപ്പാ, ഇതാരാടാ? എന്റെ അമ്മോ, ഇത് ലവനാ, മറ്റേ എക്സാഭ്രാന്തൻ. ഞാൻ എന്റെ കേസ് സാറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കണ കണ്ടത്. എന്നിട്ട് ചീയനേക്ക് മുമ്പ് ഞാൻ അതിന് തെക്കനെന്ന് കുഴിച്ചിട്ടു. ലവിടെ. അയ്യോ, എടാ നിന്നെ ഞാൻ. അയ്യോ വേണ്ട. പൊന്നപ്പാ തെരയടാ. ആ ലോനപ്പാ, തല ലവിടെ, ലുടൽ അതിന്റെ ലപ്പുറത്താട്ടോ. ചവിട്ടി എവിടെയല്ലേ? എംഎൽഎമാരെ തെരഞ്ഞെടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു പ്രാന്തനെ തെരഞ്ഞെടുക്കുന്ന ആദ്യമായിട്ടാണ്. മരിച്ചെന്നുണ്ടെങ്കിൽ ഇയാളെ പൊക്കണ്ടോ?
ശ്വാസം ഉണ്ടോ? ശ്വാസം ഉണ്ടാ രാധികേ രാധികേ